ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് നേരെ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 4:10 ആയിട്ടുണ്ട്. ഇവിടുന്ന് 202 കിലോമീറ്റർ ആണ്. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ അവിടെ എത്തിച്ചേരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി വീഡിയോസ് വഴി കൂടെ കാണാം. ഇന്ന് കർണാടകയിൽ സ്റ്റേ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുടജാദ്രിയിൽ പോയി വന്നതിന് ശേഷം ഈവനിങ് ടൈം മൂകാംബിക അമ്പലത്തിൽ ദർശനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 12 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മൂകാംബികയിലും കുടജാദ്രിയിലും ഒക്കെ പോയിട്ടുള്ളതാണ്. ഞങ്ങൾ TTCക്ക് പഠിക്കുന്ന ടൈമിൽ ഞങ്ങളെ അവിടെയാണ് ടൂർ കൊണ്ടുപോയത്. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഏട്ടനും ആദ്യമായിട്ടാണ് പോകുന്നത്. ഉള്ളിലോട്ട് പോകുന്തോറും ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കരടിയെയും ആനയെയും ഒക്കെ കാണാൻ സാധിക്കുമെന്ന്. അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് കയറുകയാണ്, കർണാടക എൻട്രൻസിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് പോയത്. ഞങ്ങൾ രണ്ടുപേരും മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ജീപ്പ് കിടക്കുന്നിടത്തേക്ക് പോയി. നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ടോട്ടൽ 6 പേരാണ് ഉണ്ടായിരുന്നത്. ഒരു ജീപ്പിൽ മാക്സിമം 8 പേരെയാണ് അവർ കൊണ്ടുപോകുന്നത്. നമ്മൾ 6 പേര് ഉണ്ടായത് കൊണ്ട് അവർ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് പെർ പേഴ്സൺ 605 രൂപ വെച്ച് വാങ്ങിച്ചു. അല്ലാതെ പെർ പേഴ്സൺ 470 രൂപയാണ് 8 പേരുണ്ടെങ്കിൽ. നമ്മൾ 6 പേരായതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും രൂപ അവർ ഈടാക്കിയത്. അന്ന് നമ്മൾ TTCക്ക് പഠിക്കുന്ന സമയത്ത് പോയപ്പോൾ ഉള്ള മെമ്മറീസൊക്കെ ആ സമയത്ത് ഓർമ്മ വന്നു. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ പോയതും എല്ലാവരും കൂടി ഛർദ്ദിച്ചതും ഒക്കെ എനിക്ക് ഓർമ്മ വന്നു ഇങ്ങനെ പോയപ്പോൾ. അന്ന് പഠിക്കുന്ന ടൈമിൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതൊക്കെ ഓർമ്മ വന്നത്. ടോട്ടൽ 5 മണിക്കൂറാണ് കുടജാദ്രിയിൽ പോയിട്ട് വരാനുള്ള ടൈമെന്ന് പറയുന്നത്. നമ്മൾ 9:30 ആയപ്പോഴാണ് പോയത്. പകുതി വരെ മാത്രമേ ജീപ്പ് പോവുകയുള്ളൂ. അതിനുശേഷം മുകളിലേക്ക് നമ്മൾ നടന്നാണ് പോകേണ്ടത്. കർണാടകത്തിലെ സഹ്യപർവ്വത നിരകളിലെ 1343 മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കുടജാദ്രി. മൂകാംബികയിൽ നിന്ന് 5 മണിക്കൂറാണ് നമ്മുടെ ജീപ്പ് യാത്ര എന്ന് പറയുന്നത്. മൺപാതയിലൂടെയുള്ള വനയാത്ര മൂലസ്ഥാനത്തുള്ള ദേവീക്ഷേത്രം എത്തുമ്പോൾ അവസാനിക്കുന്നു. നമ്മളവിടെ എത്തിച്ചേർന്നു. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് മൂലസ്ഥാനത്തുള്ള ദേവീക്ഷേത്രത്തിലേക്കാണ്. അവിടെ തൊഴുതതിന് ശേഷം നമ്മൾ നേരെ ശങ്കരാചാര്യൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ജീപ്പുകാർ നമുക്ക് 1.5 മണിക്കൂറാണ് തരുന്ന സമയം. 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ പോയിട്ട് തിരിച്ച് വരണം. അതിനുള്ളിൽ നമ്മൾ തിരിച്ചെത്തിയില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കേണ്ടി വരും. ഒരുപാട് ദൂരമുണ്ട് കേട്ടോ നടന്ന് കയറാൻ വേണ്ടിയിട്ട്. കാലും ശരീരം എല്ലാം നല്ല പോലെ വേദനിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശങ്കരാചാര്യൻ്റെ മണ്ഡപത്തിലേക്ക് എത്തി. നല്ല ഒരു തണുത്ത കാറ്റും അവിടെ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ലൊരു അനുഭവമാണ്. പോയിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ഈ കുടജാദ്രി എന്ന് പറയുന്നത്. കുടജാദ്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 6 മണി തൊട്ട് ഈവനിങ് ടൈം 3 മണി വരെയാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ആരെയും കയറ്റി വിടില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ഫാമിലി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തുള്ളത്. അവിടെ എല്ലാം കണ്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും ജീപ്പിൽ കയറി തിരിച്ച് നമ്മൾ റൂമിലേക്ക് വരികയാണ്. നമ്മൾ തിരിച്ച് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ച് റൂമിലെത്തിച്ചേർന്നത്. നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് ഗസ്റ്റ് റൂമിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുടജാദ്രിയിലെ വിശേഷങ്ങൾ. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.